എഡിഫൈസ് ഇന്ത്യയുടെയും VRJ സുപ്രീം എഡ്യൂടെക്കിന്റെയും ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വിദ്യാർത്ഥികൾക്കായി കരിയർ എക്സ്പോ 2025 SSLC+2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും തന്നെ ഇതിവിടെ കടന്നുവന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ SSLC+2 പാസ്സായ എല്ലാവർക്കും ഒരു നിറഞ്ഞ കയ്യടി നൽകുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 12 വർഷവും നിങ്ങൾ കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഫലം ചൂടിയിട്ട് അതിൻ്റെ തിലകവുമായിട്ട് കിരീടവുമായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്കുണ്ടാകില്ല. ഞങ്ങൾ നേടുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസരം നിങ്ങൾക്ക് ഇനി അടുത്ത ചിന്ത ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളതാണ്. എല്ലാവരുടെയും ചിന്ത കോളേജുകളെ കോഴ്സുകളൊക്കെയാണ്. ആ അവസരത്തിലാണ് എഡിഫൈസ് ഇന്ത്യ നല്ല ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിവിധ കോഴ്സുകളും സ്ഥാപനങ്ങളും പരിചയപ്പെടുവാനുള്ള അവസരം ഒരുക്കിയ ഇതിൻ്റെ എഡിഫൈസ് ഭാരവാഹികളും സ്പീക്കറും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. ഈ നാടിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഇത് മാറുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ജില്ലാ മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ TV മദനമോഹനൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്ലാസ്സുകളൊക്കെ കേട്ട് തുടർ പഠനത്തിന് ആവശ്യമായ പരിപാടികളൊക്കെ കേട്ട് ഇരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നേരത്തെ കഴിഞ്ഞ വർഷം SSLC റിസൾട്ട് വന്നപ്പോൾ വന്നതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുള്ള ഒരു എഴുത്തുകാരൻ എഴുതുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം കഥകൾ എഴുതുമായിരുന്നു, നോവലുകൾ എഴുതുമായിരുന്നു. അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ എഴുതി: എല്ലാ വിഷയത്തിലും A+ ഒന്നുമില്ല, ഒരു A+ ഉണ്ട്, 2 A ഉണ്ട്, പിന്നെ B ഉണ്ട്, C ഉണ്ട്. പക്ഷെ എൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് 3-ാമത്തെ വാക്യം. അവൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും. അവൻ അടുക്കളയിൽ അവൻ്റെ അമ്മയെ സഹായിക്കും. അവൻ ഭക്ഷണം കഴിച്ച പാത്രം അവൻ തന്നെ കഴുകി വയ്ക്കും. അവൻ കിടക്കുന്ന മുറി അവൻ തന്നെ തുടച്ചു വൃത്തിയാക്കും. വീട്ടിലെ പൂച്ചകൾക്ക് അവൻ ആഹാരം കൊടുക്കും. പൂച്ചകൾക്ക് ആഹാരം കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, എഴുത്തുകാരൻ പറയുന്നൊരു കാര്യം, അച്ഛൻ പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി ആ ഭാഗത്ത് പങ്കുവയ്ക്കുക. മക്കളെ പോലും അത്ര സ്നേഹത്തോടെ അദ്ദേഹം വളർത്തിയിട്ടില്ല എന്ന് തൻ്റെ പിതാവിനെ കുറിച്ച് എഴുത്തുകാരൻ പറയാം. പൂച്ചകളെ അപ്പോൾ ഒരു പൂർവാപര ബന്ധം ഈ കുടുംബത്തിന് പൂച്ചകളുമായിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ഇവൻ എൻ്റെ പിതാവിൻ്റെ രൂപം പോലെ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ പൂച്ചകളെ സ്നേഹിച്ചത് അതുപോലെ പൂച്ചകൾക്ക് ആഹാരം കൊടുക്കും. നല്ല വേനലാണ്, കിളികൾക്ക് അവൻ വെള്ളം എടുത്തു വയ്ക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. മകനെക്കുറിച്ച് അഭിമാനിക്കാൻ അവന് ഫുൾ A+ ഇല്ല, പക്ഷേ അവൻ എന്തുണ്ട്? ഞാനിത് ആവർത്തിക്കുന്നില്ല. കടയിൽ പോകുന്ന കാര്യം, അമ്മയെ സഹായിക്കുന്ന കാര്യം, ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി വയ്ക്കുന്ന കാര്യം, കിടക്കുന്ന മുറി വൃത്തിയാക്കുന്ന കാര്യം ഒക്കെ വെച്ചിട്ടാണ് മകനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് ആ അച്ഛൻ പറഞ്ഞു. സത്യത്തിൽ അതാണ് വിദ്യാഭ്യാസം. എഡിഫൈസ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ഷാജി M. ജോർജ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജി, എഡിഫൈസ് ഇന്ത്യ റീജിയണൽ മാനേജർ വത്സലകുമാർ സ്വാഗതവും VRJ സുപ്രീം എഡ്യൂടെക് മാനേജിംഗ് ഡയറക്ടർ രാജീവ് നന്ദിയും പറഞ്ഞു. SSLC+2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ വിതരണം ചെയ്തു.